എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവരുടെയും സംശയമാണ്, ഏതെങ്കിലും വിഷയത്തിന് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വിഷയം മാത്രം NIOSൽ എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴാണ് ഇതിന്റെ എക്സാമുകൾ നടക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ബാച്ചിലേക്ക്, അതായത് NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് പരീക്ഷാ കേന്ദ്രവും കാര്യങ്ങളൊക്കെ. പഠിക്കുന്നത് മാത്രമാണ് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും 10ാം ക്ലാസ്സോ +2 ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2026 ഏപ്രിലിലേക്ക് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും സംശയമാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിന് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വിഷയം നമ്മൾ എങ്ങനെയാണ് എഴുതിയെടുക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും പാസ്സാകണം, നിങ്ങൾ എല്ലാവരും വിജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. ആരും തോറ്റു പോകരുത്, അല്ലെങ്കിൽ വിജയിച്ചു തന്നെ നിങ്ങളുടെ മുമ്പോട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യമൊക്കെ പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു പരീക്ഷ ആകുമ്പോൾ നമുക്കറിയാം തോൽവിയുണ്ട്, അതുപോലെ തന്നെ ജയമുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതായത് ഇനിയിപ്പോ ഇത് എഴുതാനായിട്ട് സാധിക്കും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ പേരൻസിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, NIOS 2025 ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏപ്രിലെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഇനി ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലർ എന്നോട് തന്നെ പറയാറുണ്ട്, മിസ് 2026 ഏപ്രിലേ ഉള്ളൂ ഇനി പരീക്ഷ എന്ന് പറയുന്നത്, അതിന് മുൻപ് ഏതെങ്കിലും പരീക്ഷകൾ നടക്കുന്നുണ്ടോ, എനിക്ക് ഈ വർഷം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടണം എന്നുള്ള രീതി പറയാറുണ്ട്. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക. നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് NIOSൽ ഒരു എക്സാമും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏപ്രിലിലെ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായി പരാജയപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധ്യമാവും. അപ്പൊ 2 ഓപ്ഷൻസ് നമ്മുടെ NIOSലുണ്ട്. ഒന്നെങ്കിൽ വരാൻ പോകുന്ന ഏപ്രിലെ പബ്ലിക് എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ ആയിട്ടുള്ള രീതിയിൽ എഴുതിയെടുക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരാജയപ്പെട്ടു പോയ വിഷയം എഴുതിയെടുക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്ക് മലയാളം എന്ന് പറയുന്ന സബ്ജക്ട് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിൽ എഴുതാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റിന് അങ്ങനെ ആരും പരാജയപ്പെട്ടു പോകാറൊന്നുമില്ല. പോവുകയാണെങ്കിൽ തന്നെ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഹിസ്റ്ററി ഇങ്ങനെയുള്ള വിഷയത്തിന്, അതുപോലെ തന്നെ ഇപ്പൊ +2 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ് അല്ലെ, അങ്ങനെ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റുകളൊക്കെയാണ് സാധാരണ രീതിയിൽ കുട്ടികൾ ഫെയിലായി പോകാറുള്ളത്. അപ്പം എന്നിരുന്നാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നോർത്ത് ടെൻഷൻ ആവട്ടെ. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികളെ വഴക്ക് പറയാനൊന്നും നിൽക്കേണ്ട, പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട്. ഇൻ കേസ് പരാജയപ്പെട്ടു പോയ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. നമുക്ക് തൊട്ടടുത്ത മാസങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ആ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും. ഇനി അതല്ല 2026 കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്ക് എനിക്ക് വേണം, കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ച് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, നന്നായിട്ട് പഠിച്ച ആ വിഷയത്തിന് നല്ലൊരു മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അടുത്ത പരീക്ഷ, അതായത് 2026 ഏപ്രിൽ പരീക്ഷ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് പരീക്ഷയാണോ വേണ്ടത്, ഇപ്പൊ 2026 ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ, ഒക്ടോബറിൽ ഓൺ ഡിമാൻഡ് ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഫെയിൽ ആയ കുട്ടികൾക്ക് അതിന്റെ ട്യൂഷൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ വേണം,
എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫെയിലായ സബ്ജക്റ്റുകളുടെ ട്യൂഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് വാങ്ങുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയില്ല. അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും ഉണ്ട്, പബ്ലിക് എക്സാമും ഉണ്ട്. പക്ഷെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനകത്ത് എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ മലയാളം പരീക്ഷ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ മലയാളം ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയെടുക്കാൻ സാധിക്കത്തില്ല. 2026 ഏപ്രിലിൽ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻസ് NIOS ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സേ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2026 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ സേ ബാച്ച് ആയിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.